ഹായ് ഹലോ വെൽക്കം ടു എജുപോഡ്സ്. മക്കളെ, CUT പ്രിപ്പയർ ചെയ്യുന്ന മക്കള് അവർക്ക് നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CUT സിലബസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലേക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് തരാം. രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷൻ എ, സെക്ഷൻ ബി. സെക്ഷൻ എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും മാൻഡറ്ററി ആണ്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ സിലബസ് നമുക്ക് 4 ചാപ്റ്റർ ആയിട്ടാണ് സെക്ഷൻ എയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അടിക്കാം. അതേപോലെ സെക്ഷൻ ബിൻ്റെ കേസിൽ 2 പാർട്ടാണുള്ളത്, B1 പാർട്ടും B2 പാർട്ടും. അല്ലെ, B1 പാർട്ടിൻ്റെ കേസിലാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും, B2ൻ്റെ കേസിലാണെങ്കിൽ ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അടിക്കാം, കമ്പ്യൂട്ടർ സയൻസ് പാർട്ട് മാത്രം. അപ്പം 15 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ ഉണ്ടാവാം. സെക്ഷൻ ബിയിലാണെങ്കിൽ B1 B2 അറ്റൻഡ് ചെയ്താൽ മതി. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ സിലബസ്. ഒരു പ്രിപ്പറേഷൻ മെയിൻ എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുമ്പം എന്തൊക്കെ ഏരിയ കവർ ചെയ്യണം എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ നന്നാവും. സിലബസ് ഓരോ പോയിന്റ്സും നമ്മൾ ടച്ച് ചെയ്തിട്ട് പോയാൽ മതി. ആ ടച്ച് ചെയ്ത് പോകുമ്പം അതെല്ലാം മൈൻഡിലുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, പഠിക്കണം. അതോടൊപ്പം ഏതെല്ലാം ഏരിയ ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ള ഒരു ഔട്ട്ലൈൻ സിലബസ് നന്നാവും. അതുകൊണ്ട് തന്നെയാണ് എജുപോർട്ട് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അത് മക്കൾ, എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സിലബസിലേക്ക് നോക്കാം. സെക്ഷൻ എ. സെക്ഷൻ എയിൽ പൈത്തൺ പ്രോഗ്രാമിലുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. നമുക്കറിയാം, എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇറർ ഒക്കർ ചെയ്യാണ്. അല്ലെ, നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം റൺ ചെയ്ത് നോർമൽ പ്രോസസ്സിനെ ഒരു ഇൻറപ്റ്റ്, അതാണ് എക്സെപ്ഷൻ. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡിൽ എങ്ങനെ ചെയ്യാം, അതിൽ സിൻടാക്സ് എറർ എന്താ, എക്സെപ്ഷൻ എന്താ, നീഡ് ഓഫ് എക്സെപ്ഷൻ എന്താ തുടങ്ങിയ ട്രൈ, ക്യാച്ച്, അങ്ങനെ ഒരു 5 എലമെന്റ്സോളം ഉണ്ട്. അല്ലെ, ട്രൈ, ക്യാച്ച്, പിന്നെ അതേപോലെ എന്തൊക്കെ ഉണ്ടാവുക, റിമൈനിങ് എലമെന്റ്സ് എല്ലാം ഉണ്ടാവും. ഫൈനലി, ക്ലോസ്, റിക്കവറിങ്, കണ്ടിന്യൂയിങ് ആൻഡ് ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ്, അങ്ങനെ തുടങ്ങിയ എക്സെപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെക്ഷനും. കൂടാതെ ഫയൽ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് കൂടി ഡിസ്കസ് ചെയ്യണം. ടെക്സ്റ്റ് ഫയൽ ഉണ്ട്, ബൈനറി ഫയൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ബൈനറി ഫയൽസ്, ഓപ്പറേഷൻസ്, ഓപ്പൺ, ക്ലോസ്, അതേപോലെ റീഡ്, റൈറ്റ് തുടങ്ങിയ ഓപ്പറേഷൻസ്, റൈറ്റിംഗ് ടെക്സ്റ്റ് ഫയൽ, റീഡിങ് ടെക്സ്റ്റ് ഫയൽ, ബൈനറി ഫയൽസ് തുടങ്ങിയ ഫയലുമായിട്ട്. അപ്പം 2 പാർട്ടാണ് ഇതിലുള്ളത്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും പഠിക്കണം, അതേപോലെ ഫയൽ ഹാൻഡ്ലിങ്ങും. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നല്ല പാർട്ട്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഡാറ്റാബേസ് പാർട്ട് തന്നെയാണ്. ഡാറ്റാബേസ് കോൺസെപ്റ്റ്സിൽ നമുക്കറിയാം, ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ കൂട്ടമാണ്. അപ്പോൾ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡാറ്റാബേസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, കമ്പോണൻസ് ഏതൊക്കെ, ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് ഏതൊക്കെ, ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. നല്ല രസമാണ്. ടപ്പിള്, എൻറ്റിറ്റി, കാർഡിനാലിറ്റി, ഡിഗ്രി, ഡൊമൈൻ, കുഞ്ഞു ടേംസുകളാണ്. ആ ടേംസുകളെല്ലാം നോട്ട് ചെയ്യണം. അതോടൊപ്പം കീസ് നിർബന്ധമാണ്. 4 കീകളുണ്ട്. ഫോറിൻ കീ, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ആൾട്ടർനേറ്റ് കീ, അതേപോലെ ഒരുപാട് കുഞ്ഞു ടേംസുകൾ, ടെർമിനോളജീസ്. നല്ല രസമാണ് DBMS, ഡാറ്റാബേസ്. അതോടൊപ്പം അതിൻ്റെ ഓപ്പറേഷൻസ് ഏതൊക്കെയാ, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, സെലക്ട്, പ്രൊജക്റ്റ്, നമുക്ക് അറിയുന്നവരുണ്ടാവും. സെലക്ട്, അല്ലെ, നമുക്ക് സെലക്ട് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യും. പ്രൊജക്റ്റ് പൈ, യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, അതേപോലെ ഇന്റർസെക്ഷൻ ഉണ്ട്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയ എലമെന്റ്സ്. വളരെ സിമ്പിളാണ്. അതാണ് ചാപ്റ്റർ 2 ആയിട്ട്. ചാപ്റ്റർ 3 ഇതിൻ്റെ അഡ്വാൻസ്ഡ് SQL പ്രോഗ്രാമിങ്ങിലേക്ക് കയറി. SQL ഒരുപാട് കമാൻഡ്സുകൾ. അല്ലെ, സത്യത്തിലെ SQL പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ RDBMS ലാംഗ്വേജ് ആണ്. അപ്പോൾ SQL എന്താ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താ, അതിൽ MySQLുമായിട്ട് കണക്ഷൻ, ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, നമുക്കറിയാം. DDL കമാൻഡ്സ് ആണ്. DDL കമാൻഡ്സിനെ ഡിസ്കസ് ചെയ്യണം. DDL കമാൻഡ്സ്, DML കമാൻഡ്സ്, അങ്ങനെ തുടങ്ങിയ കമാൻഡ്സുകൾ. DDL, DML, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് തുടങ്ങിയ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ. ഒരുപാട് കേൾക്കാത്ത ഫംഗ്ഷൻ ഉണ്ടാവും. പവർ, റൗണ്ട്, മോഡുലസ്, ടെക്സ്റ്റ് ഫംഗ്ഷൻ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ U കേസ്, അല്ലെങ്കിൽ അപ്പർ, L കേസ്, ലോവർ കേസ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. കൂട്ടത്തിൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്താ, ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. അല്ലെ, ഒരു എക്സലിലൊക്കെ നമ്മൾ ചെയ്യുന്ന സെയിം കോൺസെപ്റ്റ് തന്നെ. സമ്മ്, ആവറേജ്, അങ്ങനെയുള്ള മാക്സ്, മിന്ന്, കൗണ്ട് തുടങ്ങിയ കൂട്ടത്തിൽ ഒരുപാട് ക്വറീസ്, സെലക്ട്, അതേപോലെ കൗണ്ട്, ദെൻ ഗ്രൂപ്പ് ബൈ തുടങ്ങിയ ഒരുപാട് ക്ലോസുകൾ.
അതെല്ലാം ഉള്ള ഒരു പ്രോഗ്രാമിംഗ് പാർട്ടാണ് SQL. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അറിയുന്ന ഒരുപാട് ടോപ്പോളജീസ്, റൗട്ടർ, ബേസിക് ടേംസുകൾ ഉണ്ട്. എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതേപോലെ 3 ടൈപ്പ് നെറ്റ്വർക്ക്, LAN, MAN, WAN. കൂട്ടത്തിൽ PAN കൂടി ഒന്ന് നോക്കിയാൽ നന്നാവും. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ ഡിവൈസസ്, ബേസിക് ഡിവൈസസ് ഏതൊക്കെയാ? ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, റൗട്ടർ, ഗേറ്റ് വേ തുടങ്ങിയ ബേസിക് ടേംസുകൾ. ദെൻ ടോപ്പോളജീസ് അറിയുന്നതാണ്. റിങ്, മെഷ്, സ്റ്റാർ. പിന്നെ അതേപോലെ 4 ഉണ്ടല്ലോ, ബസ്, റിങ്, സ്റ്റാർ, മെഷ്. ദെൻ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എന്താണ് MAC അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോൾ, IP അഡ്രസ് എന്താ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനെറ്റ് ആൻഡ് വെബ്. ഇതാണ് സെക്ഷൻ A. ഇത് തന്നെയാണ് സെക്ഷൻ B, പക്ഷേ അഡീഷണൽ ആയിട്ട് 2-3 ചാപ്റ്റേഴ്സ് കൂടി കയറും. അപ്പോൾ നമുക്ക് സെക്ഷൻ A ഇതോട് കൂടെ അവസാനിച്ചു. സെക്ഷൻ ബിന്റെ കേസിൽ B1 പാർട്ടാണ് സത്യത്തിൽ കമ്പ്യൂട്ടർ സയൻസ്. നമുക്കൊന്ന് B1 മാത്രം നോക്കി നോക്കാം അല്ലെ. എത്ര ക്വസ്റ്റ്യനാ? ടാർഗറ്റ് 25 ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ? ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. 35 ക്വസ്റ്റ്യൻസ് 25 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതും ഇതേപോലെ ഒരു 6-7 സെക്ഷൻ ആയിട്ടാണ്. ഒന്നാമത്തെ സെക്ഷൻ നേരത്തെ കണ്ട അതേ സെയിം സാധനം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് തന്നെ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഇനി വേറെ നോട്ട് ചെയ്യേണ്ട. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇതന്നെ, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ഫയൽ ഹാൻഡ്ലിങ്ങും 2 പാർട്ട് നേരത്തെ കണ്ട അതേ സിലബസ്. യെസ്, അപ്പം അത് ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചാൽ ആ സെക്ഷൻ കഴിഞ്ഞു. സെക്ഷൻ എയിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, സെക്ഷൻ ബിയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. യെസ്, എന്നാൽ സെക്ഷൻ ബിയിൽ രണ്ടാമതായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാക്ക്. സ്റ്റാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാണ്, ലിഫോ ആണ്. ലിഫോ ഡാറ്റ സ്ട്രക്ചർ ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ലാസ്റ്റത്തെ എലമെന്റ് ആണ് ഫസ്റ്റ് ഔട്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ്. പക്ഷേ സബ്ജക്ട് ലാംഗ്വേജ് നിൽക്കുന്നത് പൈത്തണിലാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാക്ക് എന്താ? ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതിൻ്റെ ഓപ്പറേഷൻസ് പുഷ്, പോപ്പ് തുടങ്ങിയ ഓപ്പറേഷൻസ്. ദെൻ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഇൻ പൈത്തണിലാണ്. ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ, നമുക്കറിയാം A+B എന്നുള്ള കോൺസെപ്റ്റിനെ +AB എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന പ്രിഫിക്സ് കൺവേർഷൻസ്. അതേപോലെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ കൺവേർഷൻ അല്ലെ. ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ഉണ്ട്. A+AB എന്നുള്ള AB+ എന്നുള്ള കോൺസെപ്റ്റ് ആക്കുന്നത്. ഇതൊരു ചാപ്റ്റർ ആണെങ്കിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യൂ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ലൈൻ ബൈ ലൈൻ ആയിട്ട് നിൽക്കുക. ഫിഫോ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഫിഫോ എന്താ? ഫിഫോന്റെ ഫുൾ ഫോം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതൊക്കെ അറിയുന്ന ടേംസ് തന്നെയാണ്. അപ്പം അതിന്റെ ഓപ്പറേഷൻസ് ഇൻസേർട്ട്, ഡിലീറ്റ്. പക്ഷേ ഇംപ്ലിമെന്റേഷൻ ഇൻ പൈത്തൺ ആണ്. പൈത്തൺ നോട്ട് ചെയ്യണം. ദെൻ DQ, ഡബിൾ എൻഡഡ് ക്യൂ ആണ്. ഇവിടെ ഇൻസേർട്ട് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് അല്ലെ. ഇൻസേർട്ട് ഇൻ ബോത്ത് സൈഡ് ആൻഡ് ഡിലീഷൻ ഇൻ ബോത്ത് സൈഡ്, അതാണ് DQ, ഡബിൾ എൻഡഡ് ക്യൂ. അപ്പം 3 ചാപ്റ്റർ ആയി. ഫസ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ഫയൽ ഹാൻഡ്ലിംഗും പഠിക്കണം. ദെൻ സ്റ്റാക്കും ക്യൂവും. സെറ്റ് അല്ലേ? സെറ്റാണ്. യെസ് എന്നവാ. സെർച്ചിങ്ങും സോർട്ടിങ്ങും 4മതായിട്ട് പഠിക്കേണ്ടത് സെർച്ചിങ്, 5മതായിട്ട് പഠിക്കേണ്ടത് സോർട്ടിംഗ് ആണ്. സെർച്ചിങ്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഒരുപാട് സീക്വൻഷ്യൽ സെർച്ചിങ്, ബൈനറി സെർച്ച്. അതാണ് സീക്വൻഷ്യൽ സെർച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. അതേപോലെ പിന്നെന്താ? റൺ ടു ഐഡന്റിഫൈ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ്. നമുക്കറിയാം ഒരു എലമെന്റ് ഫസ്റ്റിൽ തന്നെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കേസ്. ഫസ്റ്റ് തന്നെ എത്തുമ്പോൾ തന്നെ ഫൈൻഡ് ചെയ്യുക ബെസ്റ്റ് കേസ് ആണ്. ആവറേജ് കേസ് ആണ് എവിടെയെങ്കിലും ആവാം, മിഡിൽ, ലാസ്റ്റിലല്ല. വേഴ്സ്റ്റ് കേസ് അറിയുമ്പോൾ ലാസ്റ്റിൽ പ്ലേസ് ചെയ്താൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പോകണം. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് നോക്കാം. ദെൻ സെർച്ചിങ് മെത്തേഡ്സ് ഇൻ പൈത്തൺ ആണ്. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ഈ സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് അഗെയിൻ എന്താടാ? ഒരുപാട് സോർട്ടിംഗ് ഉണ്ടല്ലേ. ഇൻസേർഷൻ സോർട്ട്, ബൈനറി, ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഒരുപാട് ടൈപ്പ് സോർട്ടിംഗ്. ബബിള്, സെലക്ഷൻ, ഇൻസേർഷൻ, അങ്ങനെ 3 സോർട്ട്. അതിന്റെ ബെസ്റ്റ് കേസും, കാരണം ഓൾറെഡി എലമെന്റ്സ് എല്ലാം സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കേസ് അല്ലെ. എല്ലാം ഡിഫറെന്റ് ആണ്, ഡിസെൻഡിങ് ഓർഡറിലാണ്. നമ്മളോട് ചോദിച്ചത് അസെൻഡിങ് ഓർഡറിലാകണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വേഴ്സ്റ്റ് കേസ് അല്ലെ. നോർമൽ മെത്തേഡാണ് ആവറേജ് കേസ്. അതും പൈത്തണിലാണ് റെപ്രസെന്റേഷൻ. ഹാഷിംഗ്, സെർച്ചിങ്ങിന്റെ കൂടെ വരേണ്ട സാധനം ഹാഷിംഗ്. എന്താ ഹാഷിംഗ്? ഫസ്റ്റ് എലമെന്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? മോഡ് വെച്ചിട്ടുള്ള മെത്തേഡ്, ദാറ്റ് ഈസ് കോൾഡ് ഹാഷ് ഫംഗ്ഷൻ. അതിന്റെ കൊളീഷൻ ഒക്കർ ചെയ്യുന്ന മെത്തേഡ്. ദെൻ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് അല്ലെങ്കിൽ മിഡ് സ്ക്വയർ മെത്തേഡ്. ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. ഇതോടുകൂടെ സ്റ്റാക്കും ക്യൂവും കഴിഞ്ഞ ശേഷം സെർച്ചിങ്, സോർട്ടിങ് തീർന്നു. 6മതായിട്ട് പഠിക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ദ ഡാറ്റ എന്താ, അതിന്റെ പർപ്പസ് എന്താ, കളക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്താ, അണ്ടർസ്റ്റാൻഡിങ് ദ ഡാറ്റ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, മീൻ, മീഡിയം, മൂഡ്സ്. ദെൻ വേരിയൻസ്, നോർമൽ മെത്തേഡ്സ് തന്നെ. ആൻഡ് ലാസ്റ്റ് വൺ ഡാറ്റാബേസ് തന്നെയാണ്. നേരത്തെ സെക്ഷനിൽ കണ്ട അതേ സിലബസ്, സെയിം എലമെന്റ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഡാറ്റാബേസ് കോൺസെപ്റ്റ്സും
എവല്യൂഷൻ അല്ലെ നമ്മളെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ആ മെത്തേഡ്സ് അത് മാത്രം നോക്കുക. ദെൻ ലാസ്റ്റ് വൺ SQL, അഗൈൻ SQLിലേക്ക് എത്തി. റെഡി അല്ലേ? അപ്പം ഇത്ര ഉള്ളൂ മക്കളെ കൂട്ടത്തിൽ നെറ്റ്വർക്കും. അപ്പൊ സെക്ഷൻ എ അത് തന്നെയാണ് ഈ സെക്ഷൻ ബിയിൽ ഉണ്ടാവുക. അഡീഷണൽ ആയിട്ട് വരുന്നത് ഡാറ്റ സ്ട്രക്ചറിന്റെ പാർട്ട്, സ്റ്റാക്ക്, ക്യൂ, ലീനിയർ സെർച്ച്, സെർച്ചിങ്, സോർട്ടിങ്, ഈ 4 മാത്രം അഡീഷണൽ ആയിട്ട് നോക്കാം. സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് സിലബസ് ഓറിയന്റഡ് സെക്ഷനാണ് നമ്മൾ കവർ ചെയ്തത്. നന്നായിട്ട് ജോയിൻ ചെയ്യാത്ത മക്കൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആവുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.